വൈൽഡ് മാക്കറൽ. ഇന്ന് ചൂണ്ടയിടാൻ പോയി കിട്ടിയ വൈൽഡ് മാക്കറിനെ ബാർബിക്യൂ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. നമുക്ക് ആദ്യം കഴിച്ചിട്ടില്ലേ? നമ്മളിന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത് ഡൺമോറിസ്റ്റ് ഹാർബർ, അയർലൻഡിലെ വാട്ടർഫോർഡ് എന്ന സിറ്റിയിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത് ഭയങ്കര രസമുള്ളൊരു ഹാർബറാണ്, കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഹാർബറാണ് നമ്മുടെ ഈ അയർലൻഡിൽ തന്നെ. ഈ കാണുന്ന ബോട്ടുകളുണ്ട്, ഇത് ഫിഷിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളാണ്. ഇവിടെ ഈ ഹാർബറിൽ ഒരു റൂട്ട് മാപ്പും ഈ ഹാർബറിൽ കിട്ടുന്ന ഫിഷിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിന്നിവിടെ പിടിക്കാൻ പോകുന്നത് വൈൽഡ് മാക്കറലിനെയാണ്. ഇവിടെ അയല കിട്ടുന്ന ഒരു സമയം ഇവിടുത്തെ സമ്മറാണ്. ഇവിടുത്തെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മാസത്തിലാണ് ഇവിടെ സാധാരണ അയല പിടിക്കുന്നത്. ഇന്ന് അയല പിടിക്കാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ 2 ഫ്രണ്ട്സും ഉണ്ട്, കിരണും ദീപികേട്ടനും. ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഇന്നത്തെ ക്ലൈമറ്റിൽ അയല കിട്ടേണ്ടതാണ്. ഞാൻ ഫസ്റ്റ് എയർ എറിഞ്ഞു. ഈ ഫസ്റ്റ് എയറിൽ തന്നെ എനിക്ക് ഒരയില അടിച്ചേ. ഞാൻ അതിനെ ഒന്ന് അടുത്ത് കാണിക്കാവേ. അതിനെ കണ്ട നല്ല ഭംഗിയുള്ള നല്ല ഫ്രഷ് അയില, പിടയ്ക്കണ അയില, നല്ല പച്ച കളർ. ഞങ്ങളിടയ്ക്ക് വരാറുള്ള ഹാർബറാണ് ഇത് ചൂണ്ടയിടാൻ വേണ്ടി, റോക്ക് ഫിഷിങ്ങിന്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് രാവിലെയാണ്. രാവിലെ ഇത് ഒരു 10 മണി സമയമാണ്. ആ സമയം ആയതുകൊണ്ട് ആൾ കുറവ്. വൈകുന്നേരങ്ങളിലാണ് അവിടെ സാധാരണ ആൾ വരാറ് ചൂണ്ടയിടാൻ വേണ്ടി. ഞാൻ ക്യാമറ അവിടെ കുത്തി വെച്ചിട്ട് അടുത്ത എയർ വന്നെറിഞ്ഞേ. അടുത്ത എയറിൽ നോക്കാൻ നല്ല ഉണ്ടോ നമുക്ക്. കിരൺ അവിടെ എറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കിരണും വല്ലതും കിട്ടിയോന്ന് അറിയത്തില്ല. കിരൺ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോയും ചൂണ്ടയിലും ഒന്നിച്ചാണ്ട് അവൻ്റെ വീഡിയോയും കിട്ടുന്ന മീനൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എടാ കിരണേ, വല്ലതും കിട്ടിയോ? നമ്മുടെ ചൂണ്ടയിൽ എന്തോ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാവേ. എനിക്ക് തോന്നുന്നത് ഇത്തിരി പിടുത്തമൊക്കെ ഉണ്ട്. പിടുത്തം കണ്ടിട്ട് 5-6 ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം. ഞാൻ വലിച്ചു കയറ്റി അടുത്ത് കൊണ്ട് കാണിക്കാവേ. കേട്ടോ, പിടയ്ക്കുന്നുണ്ടോ? 5 അയില അടിച്ചിട്ടുണ്ട്. 5 അയില, പച്ചയില. നമുക്കിതിനെ എടുത്ത് ബക്കറ്റ് ഇട്ടിട്ട് അടുത്തത് പിടിക്കാം. അടുത്ത് സമയം കളയല്ല, പെട്ടെന്ന് നിറഞ്ഞാലേ നമുക്കിന്ന് ബക്കറ്റ് നിറയ്ക്കേണ്ടതാണ്. ഈ റോക്ക് ഫിഷിങ്ങിന് പോകുമ്പോഴേക്കും നമ്മൾ ടൈഡ് ശ്രദ്ധിക്കണേ. ടൈഡ് ശ്രദ്ധിച്ചിട്ട് വേണം. ടൈഡ് ഉള്ളപ്പോഴാണ് എറിയുമ്പോഴേക്കാണ് ഫിഷ് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലുള്ളത്. എനിക്ക് അടുത്ത ഇത് ഫിഷ് അടിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഒരു 3 എണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തോണ്ട് കാണിക്കാവേ. ഇതിനെ നമുക്ക് ബക്കറ്റിൽ കൊണ്ടിടാവേ. അയ്യോ, പോകുന്ന വഴിക്ക് ഒരെണ്ണം താഴെ പോയി. പാറയുടെ ഇടയ്ക്കോട്ട് പോയി. പക്ഷേ ഇവിടെ ഒരു പാറക്കെട്ടുകളാണ് ഇടയ്ക്ക്, അതിൻ്റെ ഇടയിൽ പോയി. ഞാൻ ഈ കാണിക്കുന്ന ഈ ബോട്ട് കണ്ടോ, ഇത് ഫിഷിങ്ങിന് പോകാൻ വേണ്ടി ഹയർ ചെയ്യുന്ന ബോട്ടാണ് ഇത്. അങ്ങനെ നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരു 10-20 അയില കിട്ടി ഏകദേശം. ഞാൻ ഒരു 7 അയില എടുത്ത് ബാർബിക്യൂ ചെയ്യാൻ നോക്കുക. ഈ പറയത്തക്ക വലിപ്പമുള്ള അയിലല്ല, ഇതൊരു നമ്മുടെ കൈയുടെ വലിപ്പമുള്ളൊരു ചെറിയ അയില വർഷം കിട്ടിയതായി. വർഷം കിട്ടിയ അയില മൊത്തത്തിൽ ഒരു ചെറുതായിരുന്നു. നമുക്കതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ഞാനിങ്ങനെ അയില കിട്ടിയ സാധനം ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് ഇതിൻ്റെ വയറിൻ്റെ ഇവിടുന്ന് ഒരു ചെറിയൊരു ഇൻസെഷൻ ഇട്ടിട്ട് ഇങ്ങനെ മേളിലോട്ട് കട്ട് ചെയ്ത് തല വരെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ പൊളന്നിട്ട് അതിൻ്റെ വയറ്റിലുള്ള സാധനം നേരെ വലിച്ചിങ്ങനെ എടുത്ത് നേരെ ബിന്നിലോട്ട്, ഞാൻ ഇവിടെ താഴെ ഒരു ബിന്ന് വെച്ചിട്ടുണ്ടേ, ബിന്നിലോട്ട് ഇങ്ങനെ ഇടും. നല്ല ചെയ്തുണ്ടോ, നല്ല ഫ്രഷ് ക്ലീനായിട്ട് കിട്ടും. ഇത്ര ഉള്ളു പരിപാടി, വേറെ ഒന്നും. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ അയിലേനെ എടുത്ത് നേരെ പൊളക്കുവാണേ. ഫുള്ളിങ്ങനെ പൊളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാരിനേറ്റൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല ഉള്ളിലോട്ട് നല്ലതായിട്ട് പിടിക്കും. അത് നല്ലൊരു എളുപ്പം ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് കണ്ടോ, അത് നല്ല പരന്ന് നമുക്കിങ്ങനെ കിട്ടും. ബാക്കിയുള്ള എല്ലാ ഫിഷിനെയും ഞാൻ അങ്ങനെ മുറിച്ച് പരത്തി ഇങ്ങനെ എടുത്തേ. കണ്ടോ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. വലിയ സമയമൊന്നും എടുക്കത്തില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ്. കണ്ടോ, നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ഉപ്പും കുരുമുളകും. ഉപ്പ് ഞാൻ എന്തേണ്ടേ ക്രഷ് ചെയ്തെടുത്ത്, കുരുമുളക് ഞാൻ അവിടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇടുവാണേ. കുറച്ചിട്ടാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഈ ബാർബിക്യൂ ചെയ്യാനുള്ള ചാർക്കോൾ ഞാൻ ഈ കെറ്റിലിൻ്റെ അകത്ത് വെച്ചാണ് കത്തിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തിട്ടെടുത്ത് ഇത് കണ്ട് ഈ ഗ്രില്ലിലോട്ട് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് എടുക്കുവാണെങ്കിൽ നല്ല ഇതായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുമേ. നല്ല ക്ലീനായിട്ട് എടുക്കും. ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സൈഡിലേക്കാണ് ഈ ചാർക്കോൾ വെച്ചിരിക്കുന്നത്. ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഫിഷിനെ നമുക്ക് ആ ചാർക്കോൾ ഇരിക്കുന്ന സൈഡിലോട്ട് വെക്കുക. അപ്പോൾ ആ പെട്ടെന്ന് ആ ഫിഷ് നല്ല ഗ്രില്ലായിട്ട് വരും. എന്നിട്ട് നമുക്കതായി കഴിയുമ്പോഴേക്കും അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കനലിൻ്റെ അകത്തോട് എല്ലാം വെച്ച് നമ്മളത് അടച്ചു വെക്കാൻ പോകണേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ കുറച്ച് മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ സ്മോക്കി പാപ്രിക്ക കുറച്ചിട്ടു. അതിൻ്റെ അകത്തോട്ട് ക്രഷ്ഡ് ഗാർലിക് പൗഡർ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതും കുറച്ച് ഇവിടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ഉള്ള അതിൻ്റെ പ്ലാനേ. നമുക്ക് ഓർത്താൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറും ഒരു സ്മോക്കി ഫ്ലേവറും സോൾട്ടിൻ്റെയും പെപ്പറിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാം കൂടെ ഒരു ടേസ്റ്റ് അല്ലേ, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും അത്.
ആർക്കെങ്കിലും പറ്റുവാണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മാരിനേഷനായിട്ട് ഒരു സിമ്പിൾ മാരിനേഷനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാരിനേഷനാണ്. ഇതിനെ ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ വന്ന് ഞാൻ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ലായി വരാൻ വേണ്ടി ഇട്ടതാണേ. ഓക്കെ, നമുക്കിനി കഴിച്ചു നോക്കാം. ഇരിക്കുന്ന ഒരു ബിയറും എടുത്ത് പൊട്ടിച്ച് ഡ്രൈ ഫ്രൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവളെ കൊണ്ട് നമുക്കൊന്ന് കഴിപ്പിച്ച് നോക്കാം. ഇത് എന്ത് മസാലയാണ്? ഇത് കഴിച്ചു നോക്ക്. ഇത് ആദ്യം കഴിച്ചിട്ടില്ലേ? സ്മോക്കി ഫ്ലേവർ ഉണ്ടോ? ഭയങ്കര സ്മോക്കി ഫ്ലേവർ ആണോ? ഇല്ല, ആവശ്യത്തിന് നല്ല ഫ്ലേവർ. നീ പാടി, ദിവ്യ പാടി, ഞാൻ നോക്കാം. Thanks for watching and stay tuned. Stay tuned. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോടി? ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ട്. ബാർബിക്യൂന് സ്മോക്കി ഫ്ലേവർ അല്ലാതെ എന്നാ ബാർബിക്യൂന് സ്മോക്കി ഫ്ലേവർ അല്ല വരുന്നത്. ഇന്നത്തെ എന്തെങ്കിലും സോസ് ഉണ്ടോ? ഇതിപ്പം ഫ്ലേവർ അല്ലേ ഇതിന്റെ